ഗസയിൽ കഴിഞ്ഞ രാത്രിയിലും ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നു. ഖാൻ യൂനിസ്, ബുറൈജ്, നുസൈറത്ത് എന്നിവിടങ്ങളിൽ ശക്തമായ ആക്രമണമുണ്ടായി. അൽ നസർ ആശുപത്രിക്ക് ചുറ്റുമുണ്ടായ ആക്രമണത്തിൽ 7 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. സിറിയയിൽ കൊല്ലപ്പെട്ട ഇറാൻ ഉപദേശകന്റെ മരണത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. എല്ലാ സാധ്യതകളും തുറന്നുകിടക്കുകയാണെന്ന് ഹൂത്തി വിഭാഗവും അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഷാമോൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷാമോൻ, ക്രിസ്മസ് രാവിലും വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അഭയാർത്ഥി കേന്ദ്രങ്ങളും ആശുപത്രികളും ഒക്കെ ചുട്ടരിക്കുന്ന അല്ലെങ്കിൽ വ്യോമാക്രമണം കൊണ്ട് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ മാത്രം എത്ര മരണമാണ് ഷാമോൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ? അമൃത, ക്രിസ്മസ് പുലരിയിൽ തുടങ്ങിയ ആക്രമണം ഈ രാത്രിയിലുടനീളം തുടരുന്ന ഒരു കാഴ്ചയാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ഇടകളിൽ വെച്ച് ഏറ്റവും ആക്രമണം കടുപ്പിച്ച ഒരു ദിനങ്ങൾ കൂടിയാണ്, ഇസ്രായേൽ കടുപ്പിച്ച ഒരു ദിനങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഗസ കടന്നു പോകുന്നത്. ഇന്നലെ രാത്രിയിലുടനീളം, അതായത് ഖാൻ യൂനിസ്, റഫ, നുസൈറത്ത് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അതിശക്തമായ വ്യോമാക്രമണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ ഖാൻ യൂനിസിൽ ഉൾപ്പെടെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിലോട്ട് ആംബുലൻസുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഖാൻ യൂനിസിൽ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം ഇന്നലെ തുടർന്ന വ്യോമാക്രമണം രാത്രിയിലും പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ലഭിക്കുന്നത്. ഇതിൽ അൽ നസർ ആശുപത്രി കോംപ്ലക്സിന് ചുറ്റും നടന്ന വ്യോമാക്രമണത്തിൽ 7 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ട് ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ പല മേഖലകളിലും, അതായത് ഗാസ സ്ട്രിപ്പിൽ ഉടനീളം രാത്രിയിൽ വ്യോമാക്രമണം അതിശക്തമായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 100-ലധികം പേർ ഖാൻ യൂനിസിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒക്ടോബർ 7 മുതൽ ഇതുവരെ ഇസ്രായേൽ തുടർന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,000 കടന്നിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ 55,000-ലധികം, 1,00,000-ലധികം ആൾക്കാർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് പലസ്തീനിൽ. ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന മരണസംഖ്യയൊക്കെ വരും മണിക്കൂറുകളിൽ വീണ്ടും ഉയരാനാണ് സാധ്യത. ആക്രമണം വരും ദിവസങ്ങളിൽ യുദ്ധം തുടരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അതെന്തായാലും ഈ ഒരു വെടിനിർത്തൽ എന്നുള്ളത് വിദൂര സാധ്യതയായി നിൽക്കുകയാണല്ലോ ഷാമോൻ. ഈ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? റഫ അതിർത്തി വഴി കൂടുതൽ സഹായങ്ങൾ അല്ലെങ്കിൽ അവശ്യ വസ്തുക്കൾ ഗസയിലേക്ക് എത്തുന്നുണ്ടോ ഇപ്പോൾ? അമൃത, ഗസയിലേക്ക് വെടിനിർത്തൽ സംബന്ധിച്ചൊരു ഇതിലെത്തിയില്ലെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ രക്ഷാ കൗൺസിലിൽ പ്രമേയം പാസ്സാക്കിയിരുന്ന കൂടുതൽ മാനുഷിക ഇടനാഴി തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സഹായം എത്തിക്കാൻ ഒരു വശത്ത് UN ഇടപെടലുകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇസ്രായേൽ ഇതൊന്നും കൂസാതെ ആക്രമണം കടുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും മരണസംഖ്യ ഉയരുന്ന ഒരു കാഴ്ച മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ പലസ്തീനിൽ, അതായത് ഇനി അവിടെ ഒരു സുരക്ഷിതമായ ഒരു ഇടമില്ലെന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. കാരണം നിരവധി തവണ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അഭയാർത്ഥി ക്യാമ്പിലെത്തുമ്പോഴും അവിടെ ആക്രമണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ സുരക്ഷിതമെന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തുമ്പോൾ വീണ്ടും അവിടെയും ആക്രമണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഞങ്ങൾക്ക് രക്ഷ എന്നുള്ള രീതിയിലാണ് പലസ്തീനിലെ സാധാരണ ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ സിറിയയിലെ ദമാസ്കസിന് നേരെ ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉപദേശകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിന് വലിയൊരു പ്രത്യാക്രമണം ഉണ്ടാവുമെന്ന് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം വരും മണിക്കൂറുകൾ നിർണായകമാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അമൃത.